എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നോക്കുക. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Page of Wands, Empress energy, Eight of Swords, Knight of Cups, Two of Pentacles, Nine of Pentacles. Page of Wands energy ആണ്. ഈ ഒരു രേവതി നക്ഷത്രത്തിൽപ്പെട്ടിട്ട് രേവതി എന്ന പേരും നക്ഷത്രവും ഒന്നായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ഒരു കാര്യമാണിത്. എന്ന് വെച്ച് മറ്റുള്ളവർക്ക് ഇല്ല എന്നുള്ളതല്ല, പ്രത്യേകിച്ച് പേരും നാളും ഒന്നായിട്ടുള്ളവരെ സംബന്ധിച്ച് ഈ ഒരു മാസം വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ വളരെ ഉത്സാഹഭരിതരായിട്ട് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു എനർജി, ആ ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യത്തിലും ആരെ തടഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മുന്നേറുന്ന ഒരു രീതിയാണ് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി, അതായത് പേജ് ഓഫ് വോൺസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, നിങ്ങൾ എന്താവാൻ ആഗ്രഹിച്ചു അത് ആയിത്തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റംസ്, ഇതൊക്കെ മാറുകയാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഇന്ന ഒരു രീതിയിൽ ആർട്സിൽ മറ്റ് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പോർട്സിലേക്ക്. പക്ഷേ നിങ്ങളുടെ പാരൻസിന്റെ ഒരു അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊരു 9 to 5 ജോബ് ആ ഒരു രീതിയിൽ ജോലിയിലേക്ക് കയറിയിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു, അന്ന് ഇഷ്ടമായിരുന്ന കാര്യങ്ങൾ വീണ്ടും പൊടി തട്ടിയെടുത്ത് അതൊരു പാഷൻ, അതൊരു നിങ്ങളുടെ വരുമാന മാർഗമാക്കി മാറ്റാൻ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടാവാം. അപ്പൊ അങ്ങനെ പാഷൻ ഒരു ജോലിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്യാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ് എങ്കിൽ മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങളിൽ ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലി നിർത്തി അതിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിൽ അത് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ ഒരു മാസം ഒരു പ്ലാനിങ്ങിന്റെ സമയമാണ്. അതായത് നിങ്ങൾ എല്ലാം പ്ലാൻ ചെയ്തു എങ്ങനെ മുന്നോട്ടേക്ക് പോകാം കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു നിങ്ങളുടെ പൊട്ടൻഷ്യൽ, ലിമിറ്റ്ലെസ് പൊട്ടൻഷ്യലാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എംപ്രസ് എനർജിയാണ്. പ്രഗ്നൻസി സിറ്റുവേഷൻ ഉണ്ട്, കുടുംബം, കുട്ടികൾ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവരെ സംബന്ധിച്ച് കുട്ടികളുടെ സാഹചര്യമാവാം ഇത് പൊതുവിൽ പറയുന്നതാണ്. അതല്ലാതെ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു ഇമോഷണലി വളരെയധികം തൃപ്തി അനുഭവിക്കുന്ന ഒരു മാസം ആണ് എന്നുള്ളത്. കാരണം നമ്മളെപ്പോഴും പറയും പല 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 ജോലികൾ ചെയ്യുന്നവർ ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ഒരു പരിധിവരെ പല ആളുകളെയും കാണുമ്പോൾ ശമ്പളത്തിന് വേണ്ടിയാണ് അവർ ജോലി ചെയ്യുന്നത്. ജോലിയിൽ അവർക്ക് തൃപ്തിയില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട വാലിഡേഷൻ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇമോഷൻസ്, ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ആളുകളുടെ ഉള്ളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള നമ്മളെ ഈ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്നല്ല, ഇമോഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്ന സമയമാണ്. നിങ്ങളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ പുറത്തെടുക്കുന്നതാവും. അതേപോലെ ചിലപ്പോൾ ജോലി ചെയ്യുന്ന ഒരാൾ, ചിലപ്പോൾ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആയിരിക്കും, CA ആയിരിക്കും, കണക്കുകളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ സ്ഥിരം അത് തന്നെ ചെയ്ത് ഒരു ഇഷ്ടം കൊണ്ടാണ് അതിലേക്ക് പോയതെങ്കിൽ പോലും അത് ചെയ്ത് മറ്റെന്തെങ്കിലുമൊക്കെ അത് കൂടാതെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇമോഷൻസിനെ ഒഴുക്കിവിടാൻ ഒരേ ജോലി, അത് കഴിഞ്ഞ് ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇമോഷൻസിനെ ഒഴുക്കിയിടാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നിങ്ങൾ
നിങ്ങളുടെ ഇമോഷൻസിനെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ വികാരങ്ങളെ ഒടുക്കി വിടാൻ ആഗ്രഹിക്കുന്ന ഒരു അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഹോബീസും മറ്റു കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ മറ്റുള്ളവരിൽ അമിതമായിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ടിരിക്കുന്നവർ അതിൽ നിന്ന് മാറുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ 8 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പൊ ഇവിടെ കാണിക്കുന്നത് പല കാര്യങ്ങളിലും നിങ്ങൾ മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്തതിനൊരു കാര്യം ഒന്ന് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ മുന്നോട്ടേക്ക് പോകണമെങ്കിലും നിങ്ങളെ പിടിച്ചു കെട്ടിയിരിക്കുന്ന നിങ്ങളാണ്. ആ ഒരു പിടിച്ചു കെട്ടിയിരിക്കുന്ന അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. അപ്പൊ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ഭയം കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടിട്ടോ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യം ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ എന്താണ് 8 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി 8 ഓഫ് സോർട്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും നമ്മളെ പുറകോട്ടേക്ക് വലിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് അതേപോലെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും. ഇപ്പോൾ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ അനുഭവിക്കുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവാം. അതായത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഒരു ലോ വൈബാണ്. അപ്പം ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് മാറണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വയം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം. പലപ്പോഴും ഒരു പരിധിവരെ ആളുകൾക്ക് സ്വയം അവർക്ക് അവരെ തന്നെ ഇഷ്ടപ്പെടാറില്ല. കാരണം അവരുടെ കണ്ണിലൂടെ എല്ലാവരും അവരെ കാണുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന പോലെ ഇപ്പോൾ നന്നായിട്ട് കറുത്തു പോയല്ലോ, അല്ലെങ്കിൽ നല്ല തടിയുണ്ടല്ലോ, അല്ലെങ്കിൽ ഒത്തിരി മെലിഞ്ഞു പോയല്ലോ എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ നിങ്ങളത് ചില ആളുകൾ ചിലപ്പോൾ തിരിച്ചവരോട് അവരെ ഇനി ഞാനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ഉള്ളിലേക്ക് എടുത്താൽ നിങ്ങളെ പിന്നീട് കാണാൻ പോകുന്ന നിങ്ങളുടെ മുമ്പിലുള്ള കണ്ണാടിയിൽ കൂടി കാണുന്നത് മറ്റൊരാൾ പറഞ്ഞ രീതിയിലാണ്. അത് ഞാൻ ഇങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അത് മാറ്റുക എന്നുള്ളതാണ്. അത് മാറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. പ്രണയവും പ്രണയ സാക്ഷാത്കാരത്തിന്റെ ഒക്കെ ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായിട്ടുള്ള പല കാര്യങ്ങളും എവിടെ എങ്ങനെ മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോകണം, ഇതൊക്കെ പല കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു സമയമാണ്. ഐശ്വര്യം നിറഞ്ഞ ഒരു എന്താ പറയുക, നമ്മൾ പൊതുവെ നല്ല ഐശ്വര്യമുള്ളൊരു കുടുംബം അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ്. ചില ആളുകൾ ചിലപ്പോൾ ഒരു പ്രപ്പോസൽ വരുന്നതായിരിക്കാം. മാട്രിമോണിയൽ സൈറ്റ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലൊക്കെ അറേഞ്ച് മാരേജിന് നോക്കുന്നവർക്ക് നല്ലൊരു പ്രപ്പോസൽ വരികയും വിവാഹത്തിലേക്ക് പിന്നീട് വരുന്ന മാസങ്ങൾ കലാശിക്കുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. 2 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ഇപ്പോൾ 2 ഓഫ് പെന്റക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോ പറയാത്തത് കൊണ്ട് അമിതമായിട്ടുള്ള ജോലിഭാരം ഏറ്റെടുക്കേണ്ടി വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ വിശ്വസിക്കുക, ഓപ്പൺ അപ്പ് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അമിതമായിട്ട് എല്ലാവരെയും അങ്ങ് വിശ്വസിക്കാതിരിക്കുക മാത്രമല്ല, എന്താ പറയാ, ഒരു ഒരു അതിർവരമ്പ് വയ്ക്കേണ്ടടുത്ത് അതിർവരമ്പ് വയ്ക്കും. എന്താണ്, എല്ലാവരും എല്ലാത്തിലും ഉണ്ടാകേണ്ടത് ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയണമെന്നില്ല. ചില സിറ്റുവേഷനിൽ ചില ആളുകൾ ചില കാര്യങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രം നമ്മളത് പറയണം നിർബന്ധമില്ല. നമ്മൾക്ക് പറയാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ വേറെ എന്തെങ്കിലും വഴി തിരിച്ചു വിടുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. യുക്തിപരമായിട്ട് ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ പറയാൻ പറ്റുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ പറയാം. 9 ഓഫ് പെന്റക്കിൾസ് എനർജി ഇവിടെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു മാസമാണ് ഈ ഒരു മാസം. ബിസിനസ് വളരെ കുതിച്ചു വരുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കാം. കാരണം ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് മറ്റൊരു തലത്തിലേക്ക്, ഒരു പക്ഷേ വിദേശത്തേക്ക് കൊണ്ടുപോകാനോ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പുതിയ സ്ഥാപനം തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ബിസിനസ് കൂടി നിങ്ങൾ തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ, ഒരു അച്ചീവ്മെന്റ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നല്ലൊരു രീതിയിൽ. സാമ്പത്തികമായിട്ട് മാത്രമല്ല, സക്സസ്ഫുൾ എന്നുള്ളൊരു കാര്യമുണ്ട്. മറ്റുള്ളവരെല്ലാം അറിയപ്പെടുക, അല്ലെങ്കിൽ ഒത്തിരി സംതൃപ്തി തരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സാമ്പത്തികവും
ജോലി സംബന്ധമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.